back to my YouTube channel. So ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങളിവിടെ വേളാങ്കണ്ണിക്ക് വന്നിരിക്കുന്നത്. സോ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു, പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അച്ഛൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസൈഡ് ആയിട്ട് ഫാമിലി ആയിട്ട് ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ച്. സോ ഇതിന് മുൻപ് ഞങ്ങളൊരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല തലവേദനയുണ്ട്, കാരണം 2 days ആയിട്ട് വണ്ടിയിൽ തന്നെ ഒരേ കറക്കവും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. സോ നല്ല ഫുഡായിരുന്നു. സോ നമ്മൾ കഴിച്ചത് ഹോട്ടൽ അമ്മ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഹോട്ടലിനാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ആ ഷോപ്പ് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പായിട്ടാണ് ഞാൻ പറയും. എനിക്ക് നല്ലൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. എന്തോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത എല്ലാ ഐറ്റംസും നന്നായിരുന്നു. ആൻഡ് ഇവിടെ എന്നെ പറ്റിച്ചിട്ട് എന്താണ് പൊടിദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വാവ് മൈ ഗോഡ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് അമ്മ എനിക്ക് കുറച്ച് വാരി തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിസിലാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇപ്പം നമ്മൾ വേളാങ്കണ്ണി മാതായുടെ ചർച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ചുറ്റുപാടും കണ്ടിട്ട് വന്നായിരുന്നു. സോ നല്ല വെയിലാണ്. സോ അത് കാരണം നമ്മൾ 3 കോൺ ഐസ്ക്രീം ചോക്ലേറ്റ് ഫ്ലേവറിൽ വാങ്ങിച്ചിട്ടുണ്ട്. സോ നല്ല വെയിലായത് കാരണം നല്ല ദാഹിക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ പെട്ടെന്ന് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞൊരു ആഗ്രഹം. സോ അതുകൊണ്ട് ഞാനും അനിയത്തിയല്ല, ഞാൻ, അച്ഛൻ, അമ്മ 3 പേര് ഞങ്ങൾ കോൺ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്, ചോക്ലേറ്റ് ഫ്ലേവറിൽ. നമ്മൾ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് ഈ നട്ട വെയിൽ നമ്മൾ ബീച്ച് കാണാനായിട്ട് പോവുകയാണ്. ആൻഡ് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ അമ്മടുത്ത് പറഞ്ഞു നമുക്ക് ഈവനിങ് സമയത്ത് പോയിട്ട് ബീച്ച് കാണാമെന്ന് പറഞ്ഞിട്ട്. ഈവനിങ് സമയത്ത് ബീച്ചിൽ പോയിട്ട് ഇരിക്കുക പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ് ഗൈസ്. എനിക്ക് ആ ഒരു ഈവനിങ് ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കാമായിരിക്കും. ഒരുപാട് വെയിലുണ്ടാവില്ല, തണുപ്പ് കാറ്റും അല്ല, ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും. പക്ഷെ എന്താ ചെയ്യുക, അമ്മ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഗൈസ്. സോ അത് കാരണം നമ്മളിപ്പോൾ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഹേ ഗായ്സ്, ഫൈനലി നമ്മൾ ബീച്ചിലോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ റെക്കോർഡ് പോലും ചെയ്യുന്നില്ല പ്രാവശ്യം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നല്ല രസമുണ്ട്, പക്ഷേ വെയിലായതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഒരു സങ്കടം എന്ന് പറയുന്നത്. ഈവനിങ് സമയമൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ബീച്ചിൽ ഇത്ര നേരം സ്പെൻഡ് ചെയ്ത് ക്ഷീണമായി. അങ്ങനെ നമ്മൾ ഈ കടയിൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കുവാണ് ഗൈസ്. ആൻഡ് ഈവനിങ് കുറച്ച് പരിപാടിയുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ് ആണ്. നമ്മൾ എടുക്കാനല്ല, നമ്മൾ പർച്ചേസ് ഇറങ്ങിയിരിക്കുകയാണ്. സോ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. റൂം എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ കടകളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് വന്ന് നോക്കി നമുക്ക് പറ്റുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇല്ല, മെൻസ് വെയർ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ കയറി വന്ന ഭാഗത്ത് കുറച്ച് നല്ല ഷോപ്പുകൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ സൈഡിലാണ് പോകാൻ പോകുന്നത്. സോ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കയ്യിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ റൂം എത്തിയിട്ട് കാണിച്ചുതരാം. ഓൾറെഡി വെയിലത്ത് ഇങ്ങനെ നടന്നിട്ട് ഭയങ്കര ടാൻ അടിച്ചിരിക്കുകയാണ് ഫേസ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാമല്ലോ. ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്.
സോ നമ്മൾ ഉച്ചയ്ക്ക് കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നന്നായി കിടന്നുറങ്ങി. കാരണം 2 days ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുവാണ്. സോ അത് കാരണം പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സോ അത് കാരണം ഉച്ചയ്ക്ക് കിടന്നാണ് 4 മണിക്ക് എണീക്കാൻ പറഞ്ഞിട്ട് അലാറം വെച്ച് കിടന്ന ആൾക്കാരാണ്. എണീച്ചത് 7 മണിയായി ഗൈസ്. സോ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അത് കാരണം ഓരോ ആൾക്കാരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റെഡി ആയപ്പോൾ ഞാൻ ഇങ്ങനെ അനിയത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ജസ്റ്റ് വിചാരിച്ചു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഷോട്ട് ചെയ്താലോ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ വന്നിട്ട് വേണം അതെടുക്കണോ വേണ്ടയോ അല്ലെ വിശപ്പിൽ അങ്ങനെയും പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. സോ ഗൈസ് നമ്മൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്തത്. കാരണം നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്ന് എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതുവരെയ്ക്കും ആരും കഴിക്കാത്ത ഒരു സംഭവമാണ്. സോ ഇവിടെ വെറൈറ്റീസ് നമുക്ക് അറിയാലോ, പൊതുവെ തമിഴ്നാട്ടിൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മയോണൈസ് ആയിക്കോട്ടെ, അടിപൊളി ഒരു സ്പെഷ്യൽ. ഇതുവരെയ്ക്കും കഴിക്കാനിട്ടാണ് അവൾ മണത്തിട്ട് അഭിപ്രായം പറയണേ ഗൈസ്. പിന്നെ അഭിപ്രായം പറയാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ പറയട്ടെ. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഗൈസ്, അപ്പോൾ ഈ ഒരു കുഞ്ഞ് പീസ് ശ്രുതിക്കാണ്. ഞാനത് വന്നപ്പോൾ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞതായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഇത് വന്നിട്ട് കാട ഫ്രൈ ആണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാട ഫ്രൈ. പിന്നെ എല്ലാവിടെയും വേറെ എങ്ങനെയാണ് കിട്ടുക? അങ്ങനെ തന്നെ കിട്ടുക? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെന്താ ഗൈസ്? അടുത്തത് കിങ്ഫിഷർ ഫ്രൈ. പിന്നെ ഇതുവരെയ്ക്കും ആരും കഴിക്കാത്തൊരു സംഭവമാണ് അടുത്ത ഐറ്റം. അതെ, പ്രോൺസ് ഫ്രൈ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടൊന്നും വിചാരിക്കുന്നു. അതെങ്ങനെ നീ മണത്ത് പറയണേ? കഴിച്ചിട്ട് നീ പറ. നീ കഴിച്ചു നോക്കാതെ. അല്ല, കേരളയില് നമ്മൾ അവിടെയൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത്രയും പ്രോൺസ് നമുക്ക് കിട്ടാറില്ല, കുറച്ചേ കിട്ടത്തുള്ളൂ. ഇത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് കിട്ടിയത്. റേറ്റ് നമ്മൾ നോക്കണം. അടുത്തത് നോർമൽ പൊറോട്ട ഗൈസ്. പൊറോട്ട ഉണ്ട്. അതുപോലെ നമ്മൾ എന്താണ് ഇതെന്താ അയിലമീൻ കറിയുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ആദ്യം കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ് ഗൈസ്. ആൻഡ് പ്രോൺസ് ഫ്രൈ പറയുവാണെങ്കിൽ നമ്മുടെ അവിടുത്തെ പോലെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഒരുപാട് മസാലാസ് പെപ്പറും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. പക്ഷെ ഫിഷിന് ആ ഒരു മണം ഉണ്ടല്ലോ ഗൈസ്, അതുണ്ട്. സോ നോർമലി എനിക്ക് അങ്ങനെ മണം ഇഷ്ടമല്ല. എനിക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ അത് കഴിക്കുന്ന ആ ഒരു ഇത് മാറും. സോ അത് കാരണം എനിക്ക് പ്രോൺസ് ഫ്രൈ കുറച്ച് ആവറേജ് ആയിട്ടാണ് തോന്നുന്നത്. ബട്ട് പൊറോട്ട ക്രിസ്പിയാണ് ഗൈസ്. ഇവിടെ നോക്കൂ, ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. സോ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത ഗ്രില്ല്, നമ്മൾ ഓർഡർ ചെയ്ത ഗ്രില്ലാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ മയോണൈസ് പറയുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്, നമുക്കറിയാലോ. സോ നമ്മൾ ഓർഡർ ചെയ്ത ഗ്രില്ലും അടിപൊളി ടേസ്റ്റാണ്, നന്നായിട്ടുണ്ട് ഗൈസ്. കിങ്ഫിഷർ ഫ്രൈ ആണ്, നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു മിക്സിങ്ങും കാര്യങ്ങളും, അതായത് മസാലാസൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഒരുവിധം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. സോ അത് കാരണം തന്നെ എനിക്കിഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ഗുഡ്. കാട ഫ്രൈ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. നോ ഐഡിയ. നന്നായിട്ടുണ്ട് ഗൈസ്. ഒരുപാട് വർഷങ്ങൾ കഴിച്ചത് കാരണം എന്താ പറയുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ ഓക്കെ, നന്നായിട്ടുണ്ട് ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. എന്ത് ഫ്രൈഡ് റൈസ് അത്? എഗ്ഗാ? ചിക്കനാണോ?
പറയണ്ട, എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വേണമെങ്കിൽ. ലേശം ഒരു ഉപ്പ് മാത്രം കുറച്ചൊരു ഇതായിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട്. അതല്ലാണ്ട് ബാക്കിയൊക്കെ നന്നായിട്ടുണ്ട് ഗൈസ്. സൂപ്പർ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ആൻഡ് നമുക്ക് കുറച്ച് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ചർച്ചിൻ്റെ ഫ്രണ്ടിലോട്ടേക്ക് പോവാണ്. സോ അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. ആൻഡ് ടോട്ടൽ 1610 രൂപയാണ് വന്നത്. ആൻഡ് ഫിഷിനൊക്കെ വില കൂടുതലാണ്. നമ്മളവിടെയും അങ്ങനെ തന്നെയാണല്ലോ. സോ അതുപോലെ തന്നെയാണ് ഫിഷിനൊക്കെ വിലയായിരുന്നു. ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡ്സ് എല്ലാം കൊള്ളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഗ്രില്ലാണ് ഗൈസ്. എന്തോരം ടേസ്റ്റ് ആയിരുന്നു എന്നറിയുമോ. ആൻഡ് ഫിഷ് ഐറ്റംസ് ഒക്കെ നന്നായിരുന്നു. എനിക്ക് ജസ്റ്റ് പ്രോൺസ് എനിക്ക് തോന്നുന്നു ഫ്രഷ് ആയതുകൊണ്ടാണ് തോന്നുന്നു ആ ഒരു മീനിൻ്റെ മണം വരുന്നത്. എനിക്ക് നോർമലി എന്ത് കഴിക്കുവാണെങ്കിലും ആ ഒരു പച്ച സ്മെല്ല് വരുന്നത് ഇഷ്ടമല്ല. സോ അത് മാത്രം. പക്ഷേ അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് അനിയത്തിക്കും ഇഷ്ടമായി. സോ എനിക്കെന്തോ അത് അത്ര ഓക്കെ ആയിരുന്നില്ല. ആൻഡ് നമ്മൾ ബീച്ച് പൊറോട്ട നമ്മൾ മുൻപ് തമിഴ്നാട് ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബീച്ച് പൊറോട്ട ചോദിക്കുവാണെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയിപ്പോയി ഗൈസ്. ആൻഡ് ഞാൻ വിചാരിച്ച പോലെ ഇരുന്നില്ല നമ്മൾ കഴിച്ച ടേസ്റ്റ്. ബട്ട് നോർമലി നമ്മൾ എടുത്തിങ്ങനെ ഈ ചിപ്സ് പോലെ പപ്പടം പോലെയൊക്കെ കഴിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു നന്നായിരുന്നു കേട്ടോ. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മളൊന്നും തന്നെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അച്ഛനായാലും അമ്മയ്ക്കായാലും നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ആവശ്യമുള്ളത് വാങ്ങും. ഒരു ഐറ്റംസ് ആയിരിക്കും വാങ്ങുക. സോ ആ ഒരു ഐറ്റം നമ്മൾ ഷെയർ ചെയ്തെടുക്കും. സോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കഴിച്ച പോലെ ആവും, ഫുഡ് വേസ്റ്റ് ചെയ്യാത്ത പോലെ ആവും. സോ അങ്ങനെ ഫൈനലി ഫുഡ് കഴിച്ചു. എല്ലാവരും ഓവർ ഫില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സോ അത് കാരണം സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മോർണിംഗ് സമയത്ത്, അതായത് ചർച്ചിൻ്റെ നേരെ ആ വഴിക്കൂടെ നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ എന്തൊക്കെ കടകളുണ്ട്, സോ എന്താ സംഭവം എന്ന് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ഏകദേശം സമയം 10 മണി കഴിഞ്ഞു ഗൈസ്. സോ നമ്മൾ എന്തായാലും നടക്കല്ലേ, വെറുതെ നടക്കണ്ട പറഞ്ഞിട്ട് ചക്കച്ചോള ചക്ക ഇവിടെ ഉണ്ടാവും. സോ നമ്മൾ കുറച്ച് ചക്ക വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ മാക്സിമം ഓരോ ഷോപ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് തുടങ്ങി ഗൈസ്. സോ നമ്മൾ അവിടുന്ന് നമ്മുടെ റൂമിൽ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ പകുതിയൊക്കെ ആൾക്കാർ ഷോപ്സൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മണിക്കുള്ളിലാണ് തോന്നുന്നു സമയം. പിന്നെ എന്നാലും ഫുഡ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഞാൻ ചക്ക ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. നല്ല മധുരമുണ്ട്, നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചക്ക കഴിച്ചിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചായ മസ്റ്റാണ്. സോ അതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. അല്ല ശരി, ഇനിയിപ്പോൾ റൂമിൽ പോയതിന് ശേഷം നിങ്ങളായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ മിക്കവാറും അറിയില്ല ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോർണിംഗ് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ ചാർജ് അനുസരിച്ചായിരിക്കും. നോക്കാം, ചായ കുടിക്കുന്നുണ്ടോ? ചാർജർ എടുക്കാൻ മറന്നു. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നും പ്ലാൻഡ് അല്ല, പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതല്ല. അതുകൊണ്ട് ചാർജറൊന്നും എടുക്കില്ലായിരുന്നു. ഫൈനലി ഗൈസ് കുലുക്കി സർബത്ത് കുടിച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ നല്ലൊരു മിക്സ് കേട്ടോ. ഭയങ്കര എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ ആയിട്ടുണ്ട്. അപ്പാര ടേസ്റ്റ് ഗൈസ്. ഫുൾ ജാർ സോഡ അല്ലേ കുടിക്കുന്നതിലാണ്. അടിപൊളി ടേസ്റ്റ് ഗൈസ്.
ഹേ ഗായ്സ്, നമ്മൾ അങ്ങനെ റൂമിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് നമ്മൾ പറയുക. കാരണം അധികം സംസാരിക്കാനുള്ള ചാർജ് ഇല്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുക നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ആക്ച്വലി ഗേൾസ് എല്ലാം പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. സോ അച്ഛൻ വന്നപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു പുറത്ത് കറങ്ങാൻ പോകാമെന്നുള്ള കാര്യം. ബട്ട് ഞങ്ങൾ വിചാരിച്ചു ട്രിവാൻഡ്രം തന്നെ ആയിരിക്കും, ട്രിവാൻഡ്രത്തെ തന്നെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. സോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരേക്കും നമുക്കറിയില്ലായിരുന്നു നമ്മളിങ്ങനെ കറങ്ങാൻ പോകുന്ന കാര്യം. സോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് സ്പോട്ടിൻ്റെ പേരൊക്കെ പറഞ്ഞു, നമ്മൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യം തഞ്ചാവൂർ പോയി. തഞ്ചാവൂരല്ല, എവിടെയാകുമ്പോൾ പോയത്? തിരുച്ചെന്തൂർ മുരുകൻ്റെ അമ്പലം, ഫേമസ് ആയ തിരുച്ചെന്തൂർ അമ്പലത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. സോ കഴിഞ്ഞിട്ട് തൂത്തുക്കുടി പോയി, അവിടെ ബീച്ചിലൊക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ തീരുമാനിച്ചത് വേളാങ്കണ്ണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. സോ പെട്ടെന്നായിരുന്നു ഗൈസ്, ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, മേക്കപ്പ് കിറ്റ് ഉണ്ടായിരുന്നില്ല, ഒന്നും ആരാരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വരുന്ന വഴിക്കാണ് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് വന്നത്. ആൻഡ് ഗൈസ്, ഈ 2 days ആയിട്ട് ഞങ്ങൾ കാറിൽ തന്നെയായിരുന്നു. മീൻസ് നമ്മൾ റൂമൊന്നും എടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൺ ദ വേ നമ്മൾ റണ്ണിങ് തന്നെയായിരുന്നു. അപ്പോൾ നല്ല ക്ഷീണമായിരുന്നു അതിൽ. സോ അച്ഛനമ്മയും സംസാരിക്കാനായി. സോ അതാണ് സംഭവം അല്ലേ. അങ്ങനെ ചാർജും ഇല്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം കാറിൽ ചാർജർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അതെ ഇത്ര നേരം വരെ നമുക്ക് ചാർജ് പിടിച്ച് നിർത്താനായിട്ട് പറ്റി. സോ ഇനിയിപ്പം നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ആൻഡ് മോർണിംഗ് നമ്മൾ ഏകദേശം 6:30 ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ആൻഡ് നേരെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. സോ ചാർജൊക്കെ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മണിക്ക് ശേഷം നമ്മൾ വീണ്ടും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഗൈസ്. സോ ഫൈനലി മോർണിംഗ് ആയി ഗൈസ്. സോ ഏകദേശം സമയം 6:30 ആയി കാണും. സോ നമ്മൾ 7 മണിക്ക് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ആവുകയാണ്. ആൻഡ് ഗൈസ്, നമ്മൾ JB ടവേഴ്സിലാണ് നമ്മൾ ഈ ഒരു 24 hours നമ്മളിവിടെ സ്പെൻഡ് ചെയ്തത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം 4 പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിക്ക് 3 ബെഡ് അടുപ്പിച്ചിട്ടിട്ട് ഒരു ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരായത് കാരണം ഞങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരു മിറർ, അതായത് ടേബിൾ മിറർ ഇവിടെ ഉണ്ട്. സോ അതേപോലെ വാഷ് ബേഷൻ ഉണ്ട്, ഒരു 2-3 ചെയേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ടേബിൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്കി TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അറ്റാച്ച്ഡ് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ആൻഡ് ഒരു 5 മെമ്പേഴ്സൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നമ്മൾ ചാർജറൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. സോ ലാസ്റ്റ് മിനിറ്റിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കാറിൽ പോയിട്ട് വേണം, ചാർജർ കാറിലുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ട് ബാക്കി എടുക്കുന്നതായിരിക്കും. സോ ഓക്കെ ഗൈസ്, സമയം ആവാറായി. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇറക്കി വിടും. സോ നമ്മളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്, പാക്ക് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇനി പോവാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഹേ ഹായ് ഗൈസ്. സോ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിക്ക് നമ്മൾ നാഗൂറുള്ള ദർഗയിലോട്ടേക്ക് വന്നിരിക്കുവാണ്. സോ നമ്മൾ ഫാമിലി ആയിട്ട് പോയി നമ്മൾ ദർശിച്ചിട്ട് വന്നു. സോ അതിന് ശേഷം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള സ്വീറ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുവാണ്. സോ ദർഗയുടെ ഞാനിത് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ദർഗയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്വീറ്റ് ഷോപ്പ് വരുന്നത്. സോ നമ്മൾ ആദ്യം കുറച്ചൊരു ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വീറ്റ്സ് നമുക്ക് തന്നായിരുന്നു. നമ്മൾ കഴിച്ചു നോക്കി. സോ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ഈ സ്വീറ്റ് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ തിരുവാവൂർ ടൂറിസം സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ബേർഡ് സാങ്ച്വറി കാണാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളിവിടെ എൻ്റർ ആകുമ്പോൾ നമ്മളെ കൊണ്ട് ഒരു സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ അതിന് ശേഷം നമ്മളിപ്പോൾ എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 3 kilometers ആണെന്നാണ് പറഞ്ഞത്. ഒരു ടവറിൻ്റെ മേലെ നിന്ന് നമ്മൾ കാണാൻ പറ്റും എല്ലാ ബേർഡ്സിനെയും എന്നാണ് അവർ പറയുന്നത്. സോ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് മേ ബി ഒരാൾ വരുന്നുണ്ട്.
വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. സോ കാടാണ് ഗൈസ്, നമ്മുടെ 2 സൈഡും കാടാണ്. ആൻഡ് കുറച്ച് വീടുകൾ അവിടെ ഇരിപ്പുണ്ട് അല്ലടി. സോ ഗൈസ് നമ്മൾ ടവറിൻ്റെ മേലിലോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ മേലിൽ നിന്നിട്ട് നമുക്ക് ബേർഡ്സിനൊക്കെ കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. സോ ഞാൻ എന്താ വിചാരിച്ചാൽ നമ്മളുടെ സൂ ഒക്കെ ഉണ്ടാവുമല്ലോ, സോ അതുപോലെ ഇവർ ബേർഡ്സിനൊക്കെ കാണിച്ചു തരുന്നതാണ് വിചാരിച്ചത്. സോ ഇപ്പോൾ വന്നു പോകുന്നത് അല്ലേ. നോക്കാം എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഗായ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, ആ മറ്റേ മരത്തിന് മേലുള്ളതൊക്കെ ഏത് തരം പക്ഷിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് അവിടെ കുറേ എണ്ണങ്ങൾ കാണുന്നുണ്ട്. സോ നമ്മളിപ്പോൾ കന്യാകുമാരിയിലോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പോവാണല്ലേ. കന്യാകുമാരി എത്താറായോ? കന്യാകുമാരി ടു തിരുവനന്തപുരം ഹൈവേയിലായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഇവിടുന്ന് ഒരു കറക്റ്റ് ഒരു 50 കിലോമീറ്റർ കന്യാകുമാരി. 50 കിലോ. സോ ഗായ്സ് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്. അപാര ടേസ്റ്റ് ഗായ്സ്, അപാര ടേസ്റ്റ്, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൾറെഡി നല്ല തള്ളിയതാണ് വയറ് ഫില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ തള്ളിയതല്ല ഗായ്സ്, ഉള്ളതാണ്. ബട്ട് നല്ല ടേസ്റ്റ് ഉള്ളത് കാരണം അതിങ്ങനെ ഇറങ്ങി പോകണം. നമ്മളൊരു ചിക്കൻ 65 കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതാനും നിമിഷത്തിൽ എത്തുന്നതായിരിക്കും. നമുക്കതും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നലെ നൈറ്റ് ഫുഡ് കലക്കി കേട്ടോ. ഞാൻ രാവിലെ തൊട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റിയില്ല പറഞ്ഞിട്ട്. അപ്പോൾ നൈറ്റ് ഫുഡ് കൊള്ളാം അല്ലപ്പാ, അടിപൊളിയുണ്ട്.